Good afternoon. Good afternoon, ma'am. Okay, good afternoon. Good afternoon, sir. Okay. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഭക്ഷണം കഴിച്ചു മാം. കഴിച്ചു. മഴ എങ്ങനെയുണ്ട് അവിടെ? നല്ല മഴയാണോ? ഇല്ല, ഇപ്പൊ മഴയില്ല. രാവിലെ ഉണ്ടായിരുന്നു. അവിടെ മഴ ഉണ്ട് മിസ്സേ? ഇവിടെ മഴയുണ്ട്, ഭയങ്കരമായിട്ടില്ല, എന്നാലും ഉണ്ട്. ഞാൻ ഇന്ന് അവധി കിട്ടുമെന്ന് വിചാരിച്ച് ശ്രദ്ധിക്കില്ല. നമുക്ക് അവധി കിട്ടൂലല്ലോ. നമുക്ക് അവധി ഉണ്ടാവില്ല. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും പെട്ടെന്ന് തന്നെ കയറാം. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ, ഓൾ മ്യൂട്ട് കൊടുക്കാണേ. അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലഡ് ബാങ്ക് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. മൊഡ്യൂൾ 2-നകത്തുള്ള എനിക്ക് തോന്നുന്നു ചാപ്റ്റർ നമ്പർ 8 ആണ് കേട്ടോ. 8ാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു നിങ്ങളുടെ ഡയാലിസിസ് സർവീസസ് അല്ലെ. 8ാമത്തെ ചാപ്റ്റർ അല്ലേ നിങ്ങളുടെ എടുക്കുന്നതെന്ന് നോക്കിയേ. 8ാമത്തെ അല്ലേ? ആ, 8ാമത്തെ ചാപ്റ്ററോ? ലേബർ റൂം അല്ല കേട്ടോ, ഡയാലിസിസ് സർവീസ് ആണ് കേട്ടോ. ഡയാലിസിസ് സർവീസ്. അപ്പം ടെക്സ്റ്റ് ബുക്കിലുള്ളവരാണെങ്കിൽ ആ പേജ് നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആ പേജ് നമ്പർ 50. ഓക്കെ, ശരി ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഡയാലിസിസ് സർവീസസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം അല്ലെ, നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് അല്ലെ ഡയാലിസിസ് എന്ന് പറയുന്നത് അല്ലെ. ഡയാലിസിസ് എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള രോഗികൾക്കാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള രോഗികൾക്കാണ് ചെയ്യുന്നത് ഡയാലിസിസ്. പറയൂ, നിങ്ങൾ പറ. ഡയാലിസിസ് ഇങ്ങനെയുള്ള രോഗികൾക്കാണ് നമ്മൾ ചെയ്യുക. കിഡ്നി അല്ലെ. ഓക്കെ, ശ്രുതി കറക്റ്റ് ആണ്. കിഡ്നി അല്ലെ. കിഡ്നി പ്രശ്നമുള്ള രതീഷ്, ഫാത്തിമ, രോഹിണി. ഓക്കെ, കറക്റ്റ് ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ദിൽന. ഓക്കെ, കുഞ്ഞി ഈശോ, ജിച്ചി. അപ്പൊ നമുക്കറിയാം അല്ലെ, കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വൃക്ക തകരാറുകളുള്ള ആളുകൾക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അല്ലെ ഡയാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് തോന്നുന്നു ഇന്നിപ്പോ നിരവധി ആളുകള്, ഒത്തിരി ആളുകള് നമ്മുടെ ഇടയിൽ തന്നെ എന്താണ് വൃക്ക രോഗബാധിതരായിട്ടുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ട് അല്ലെ. അപ്പൊ അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം. പിന്നെ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനുഷ്യ ശരീരത്തില് ഒരു ജോഡി കിഡ്നിയാണുള്ളത് അല്ലെ. ഒരു ജോഡി, 2 കിഡ്നിയാണുള്ളത്. അപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിക്കാനായിട്ട് ഒരു കിഡ്നിയുടെ ആവശ്യമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഒരു കിഡ്നി പ്രവർത്തനരഹിതമാണെങ്കിലും മറ്റേ കിഡ്നി വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും അല്ലെ. ഒരു ജോഡി കിഡ്നിയാണ് നമുക്കുള്ളത്. ഇനി കിഡ്നി നമ്മുടെ ശരീരത്തില് എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്? എന്ത് ഫംഗ്ഷൻ ആണ് കിഡ്നി നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്? അറിയാവുന്നവരൊക്കെ പറഞ്ഞോളൂ, കുഴപ്പമില്ല, മെസ്സേജ് ചെയ്യും. ഓക്കെ, പ്യൂരിഫിക്കേഷൻ. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ ലക്ഷ്മി. പ്യൂരിഫിക്കേഷൻ ഓഫ് ബ്ലഡ്. രതീഷ് പറയുന്നു ഫിൽറ്ററിങ്, കറക്റ്റ് ആണ്. പ്യൂരിഫൈ ദ ബ്ലഡ് എന്തെങ്കിലും പറയുന്നു, കറക്റ്റ് ആണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ അറിയാവുന്ന മെസ്സേജ് ചെയ്തു കേട്ടോ. ഇലക്ട്രോലൈറ്റ് ബാലൻസ്. ഓക്കെ, കറക്റ്റ് ആണ്. ജിജി ബ്ലഡ് പ്യൂരിഫൈ, ഫാത്തിമ ഇലക്ട്രോലൈറ്റ് ബാലൻസ്, കറക്റ്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തില് രക്തശുദ്ധീകരണം നടത്തുന്ന ഒരു അവയവമാണ് അല്ലെ. അത് മാത്രമല്ല അതിന്റെ ഫംഗ്ഷൻ കേട്ടോ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാലിന്യങ്ങളെയൊക്കെ പുറന്തള്ളുക അല്ലെ. അത് മാത്രമല്ല നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? രക്തശുദ്ധീകരണം നടത്താം. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ജലം, അതുപോലെ മറ്റു ലവണങ്ങളെയൊക്കെ കൃത്യമായിട്ട് നിയന്ത്രിക്കുക. പിന്നെന്താണ്? ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക, രക്തസമ്മർദ്ദം. എന്താണ് സ്നേഹ? റിമൂവ് ദ വേസ്റ്റ് പ്രോഡക്റ്റ് ഫ്രം ബ്ലഡ്. ഓക്കെ, കറക്റ്റ് ആണ്. ടു പ്രൊഡ്യൂസ് യൂറിൻ, ഡീടോക്സിഫൈങ്, കറക്റ്റ് ആണ് കേട്ടോ. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ എല്ലാവരുടെ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ജലം, ലവണങ്ങള് അല്ലെ, അങ്ങനെ അതിനെയൊക്കെ കൃത്യമായിട്ട് നിയന്ത്രിക്കാം. നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അധിക മാലിന്യങ്ങൾ, അധിക ദ്രാവകങ്ങളെയൊക്കെ പുറന്തള്ളുക. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സങ്കീർണമായിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു അവയവമാണ് ഇത് കിഡ്നി എന്ന് പറയുന്നത് അല്ലെ. പിന്നെ നമുക്കറിയാം എങ്ങനെയാണ് കിഡ്നി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ വേസ്റ്റിനെയൊക്കെ എങ്ങനെയാണ് കിഡ്നി പുറത്തേക്ക് കളയുന്നത്? എങ്ങനെയാണ്? യൂറിനിലൂടെയാണ് അല്ലെ. മൂത്രത്തിലൂടെയാണ് കിഡ്നി എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെയൊക്കെ പുറത്തോട്ട് കളയുന്നത്.
അല്ലെ. അപ്പൊ ഈ വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെ കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്ന യൂറിൻ എന്ത് ചെയ്യാണ്, മൂത്രവാഹിനി വഴിയായിട്ട് യൂറിനറി ബ്ലാഡറിലോട്ട് എത്താണ് അല്ലെ. അതെ അസ്മിന, സെക്കൻഡ് മൊഡ്യൂൾ ആണ് കേട്ടോ. സെക്കൻഡ് മൊഡ്യൂൾ ചാപ്റ്റേഴ്സ് ആണ് നമ്മളിപ്പോ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിൽ എനിക്ക് തന്ന ചാപ്റ്റർ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിലാണ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എടുക്കുന്നത്. ICU ഫസ്റ്റ് മൊഡ്യൂൾ ആയിരുന്നു, പിന്നെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ അത് രണ്ടും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാക്കി എന്റെ ചാപ്റ്റേഴ്സ് വരുന്ന സെക്കൻഡ് മൊഡ്യൂളിലാണ് കേട്ടോ. അപ്പോ നമുക്കറിയാം ഈ ഒരു കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്ന യൂറിൻ മൂത്രവാഹിനി വഴിയായിട്ട് ഇങ്ങോട്ട് എത്താണ്, യൂറിനറി ബ്ലാഡറിലോട്ട് എത്താണ് അല്ലെ, മൂത്രസഞ്ചിയിലോട്ട് എത്താണ്. അവിടുത്തെ മൂത്രനാളി വഴിയായിട്ട് യൂറിൻ ഇങ്ങോട്ട് പുറത്തേക്ക് നമ്മൾ കളയാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് ശരീരത്തിലെ മാലിന്യങ്ങളെല്ലാം കിഡ്നി എന്ത് ചെയ്യുന്നത്, പുറത്തോട്ട് കളയുന്നത്. പക്ഷേ ചിലപ്പോൾ ചില ശാരീരിക അവസ്ഥകൾ കാരണം കൊണ്ട് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ വരുമ്പോൾ നമ്മുടെ കിഡ്നി എന്ത് ചെയ്യും, ചിലപ്പോൾ ഭാഗികമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടൊക്കെ എന്താവാണ്, പ്രവർത്തനരഹിതമാവാണ് അല്ലെ. അപ്പൊ അങ്ങനെ പ്രവർത്തനരഹിതമായിട്ടുള്ള കിഡ്നിക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അധിക ദ്രാവകങ്ങള് അല്ലെങ്കിൽ രക്തത്തിലെ മറ്റ് മാലിന്യങ്ങളെയൊന്നും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, പുറത്തേക്ക് കളയാനായിട്ട് സാധിക്കാതെ വരും അല്ലെ. ഡിസേബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് വൃക്ക അല്ലെ. അങ്ങനെ കേസ് വരുമ്പോൾ എന്തുണ്ടാവും, ഈ നമ്മുടെ ശരീരത്തില് ഈ പറയുന്ന മാലിന്യങ്ങളെ ഒന്നും പുറന്തള്ളാൻ പറ്റാത്തൊരു അവസ്ഥയിലെത്തും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളില് കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, മെഡിക്കൽ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു ആധുനിക രീതിയാണ് എന്തെന്ന് പറയുന്നത്, ഡയാലിസിസ് അല്ലെ. അതന്നെ ഡയാലിസിസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഈ കിഡ്നി ചെയ്യുന്ന സ്വാഭാവികമായിട്ടുള്ള കുറെ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് യന്ത്രങ്ങളും ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു അണുവിമുക്തമായിട്ടുള്ള ഒരു മുറിയിൽ വെച്ച് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന എന്താണ് പ്രക്രിയ അല്ലെ, ഒരു പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത് ഡയാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇതൊക്കെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. വൃക്ക തകരാറുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ്. അപ്പൊ നമുക്ക് പയ്യെ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് നമ്മൾ എന്താണ് ഡയാലിസിസിനെ കുറിച്ച് നല്ലപോലെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. കിഡ്നിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഡയാലിസിസ് പ്രധാനമായിട്ടും 2 ടൈപ്പ് ഡയാലിസിസ് നമുക്ക് പഠിക്കാനുണ്ട്. കീമോ ഡയാലിസിസ് ഉണ്ട്, അതുപോലെ തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. ചിലരൊക്കെ കേട്ട് കാണുമായിരിക്കും. അപ്പൊ അങ്ങനെ 2 ടൈപ്പ് ഡയാലിസിസ് ഉണ്ട്, അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഡയാലിസിസ് കൊണ്ട് വരുന്ന സൈഡ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്, അങ്ങനെ ഈ ഹിമോ ഡയാലിസിസിന്റെ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ഒക്കെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. അപ്പൊ ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡയാലിസിസിനെ കുറിച്ചൊരു ഏകദേശ ധാരണയൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാലോ. നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ വായിക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. മിസ്സിനെ കാണുന്നില്ല, എന്നെ കാണുന്നില്ലേ? വോയിസ് മാത്രമേ കേൾക്കുന്നുള്ളൂ, കാണുന്നില്ലേ എന്നെ? ഓക്കെ, കാണാമല്ലോ, പിന്നെ എന്താ പ്രശ്നം? ഇപ്പൊ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാം കേട്ടോ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നോക്കാം. The kidneys are the organs that purify the blood by removing waste and excess fluid from your body. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്താണ് കിഡ്നി എന്നാണ് പറയുന്നത്. എന്താണ് കിഡ്നി? നമ്മുടെ ശരീരത്തിനകത്തുള്ള അല്ലെ, നമ്മുടെ ശരീരത്തിനകത്തുള്ള വേസ്റ്റുകൾ അല്ലെ, വേസ്റ്റുകൾ അതുപോലെ തന്നെ ബ്ലഡിലെ മറ്റു മാലിന്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഒരു ഓർഗൻ ആണ് എന്ത്, കിഡ്നി എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. The kidneys are the organs that purify the blood by removing the waste and excess fluid from your body. Okay, this waste is sent to the bladder for elimination when you urinate. നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് കിഡ്നി നമ്മുടെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത്, എങ്ങനെയാണ്, യൂറിനിലൂടെയാണ് അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ, കിഡ്നി ഉത്പാദിപ്പിക്കുന്ന യൂറിൻ നമ്മുടെ മൂത്രവാഹിനി വഴി യൂറിനറി ബ്ലാഡറിലോട്ട് എത്തും, അവിടെ നിന്ന് മൂത്രനാളി വഴിയായിട്ട് പുറത്തേക്ക് കളയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. This waste is sent to the bladder, urinary bladder, for the elimination when you urinate. Okay. Dialysis is a kind of treatment that removes the extra fluid and waste products from the blood
when the kidneys are not able to. നമ്മൾ ഡയാലിസിസ് എപ്പോഴാണ് ചെയ്യുന്നത്? കിഡ്നി പ്രവർത്തനരഹിതമാകുന്ന സമയങ്ങളിലാണ് അല്ലെ. കിഡ്നിക്ക് ആ ഒരു പ്രവർത്തനം ചെയ്യാൻ കഴിയാത്തൊരു അവസരത്തിനാണ് നമ്മൾ മെഡിക്കൽ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇത് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ഡയാലിസിസ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇഫക്റ്റീവ്ലി ഇൻ ദ 1940s. അണ്ടർലൈൻ ചെയ്ത് വെക്കട്ടെ, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഡയാലിസിസ് വാസ് first used effectively in the 1940s and it became a standard treatment for kidney failure starting in the 1970s. അതായത് 1940 കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞ ഏകദേശം ഒരു നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലെ 39-40 ആ ഒരു കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഡയാലിസിസ് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങളോട് വേണമെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡയാലിസിസ് വാസ് ഇഫക്റ്റീവ്ലി യൂസ്ഡ് ഏത് ഇയറിലായിരുന്നു? 1940s കേട്ടോ. അപ്പൊ ആ വർഷം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. 1940 കാലഘട്ടങ്ങളിലാണ് ഡയാലിസിസ് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തിയത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 1970 കാലഘട്ടമൊക്കെ ആയി കഴിഞ്ഞപ്പോ എന്താണ് ഇത് വളരെ കുറേ കൂടെ ഫേമസ് ആയി ഈ ഒരു ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ്. കാര്യം കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് 1970 ഒക്കെ ആയി കഴിഞ്ഞപ്പോ ഈ ഒരു ട്രീറ്റ്മെന്റ് മാറി എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നിങ്ങളോട് ചോദിക്കുകയാണ് ഡയാലിസിസ് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ഏത് കാലയളവിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം 1940 ആണ് കേട്ടോ. 1940 കാലഘട്ടത്തിലാണ് കേട്ടോ. പേജ് നമ്പർ 50 കേട്ടോ. ഇത് നോക്കൂ, following this millions of patients have been benefited by this treatment. അവിടെ നിന്ന് അങ്ങോട്ട് ഇന്നിപ്പോ എന്താണ് ദശലക്ഷക്കണക്കിന് ആളുകൾ ഇഷ്ടംപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ഈ ഒരു എന്താ പറയാ പാരഗ്രാഫിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. കിഡ്നി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതാണ് ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും കിഡ്നി ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തിയത് ഏത് കാലയളവിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം 1940s കേട്ടോ. 1970 കാര്യം പറയുന്നുണ്ട്. പക്ഷെ അവിടെ ആ സമയം ആയപ്പോഴേക്കും ഈ ഒരു ട്രീറ്റ്മെന്റ് ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് മാറിയത് 1970 ആണ്. പക്ഷെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് 40 കാലഘട്ടങ്ങളിലാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഇനി നോക്കൂ, dialysis can be done in a hospital, a dialysis center or at home. ഈ ഡയാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയൊക്കെ ചെയ്യാം? ഹോസ്പിറ്റലിൽ ചെയ്യാം. ഹോസ്പിറ്റലിൽ ചെയ്യാൻ നമുക്ക് അറിയാലോ. പിന്നെ ഡയാലിസിസ് സെന്ററുകൾ ഉണ്ട്. അതായത് ഡയാലിസിസിന് വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററിൽ ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ഹോം വീട്ടിൽ ചെയ്യാവുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും വീട്ടിൽ ചെയ്യാൻ പറ്റും. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഡയാലിസിസ് ഉണ്ട്. ഇനി നമ്മൾ പഠിക്കുക ചാപ്റ്ററിനകത്ത് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് കേട്ടോ. അപ്പൊ അത്തരത്തിലും നമുക്ക് ഡയാലിസിസ് ഹോസ്പിറ്റലിൽ ചെയ്യാം, ഡയാലിസിസ് സെന്ററുകളിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വീടുകളിലും ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. എനിക്കൊക്കെ നമ്മൾ വരുന്നുണ്ട് കേട്ടോ. ഈ ചാപ്റ്ററിലൂടെ പോകുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. The doctor will determine which type of dialysis and the best place based on the medical condition. അപ്പൊ ഡോക്ടർ ആണ് എന്ത് തീരുമാനിക്കുന്നത്? ഏത് ടൈപ്പ് ഡയാലിസിസ്. അപ്പൊ ഞാൻ നിങ്ങളോട് ജസ്റ്റ് സൂചിപ്പിച്ചില്ലേ, 2 ടൈപ്പ് ഡയാലിസിസ് ഉണ്ട് പ്രധാനമായിട്ടും. ഹീമോ ഡയാലിസിസ് ഉണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏത് ടൈപ്പ് ഡയാലിസിസ് വേണം, ഏത് ടൈപ്പ് ഡയാലിസിസ് കൊടുക്കണം, അത് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് നമ്മൾ പറഞ്ഞല്ലോ. ഡയാലിസിസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ചെയ്യാം, ഡയാലിസിസ് സെന്ററിൽ ചെയ്യാം, പോരാതെ നമുക്ക് വീട്ടിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് സ്ഥലത്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഡോക്ടർ തീരുമാനിക്കുന്നത്. അത് ഓരോ പേഷ്യന്റിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് ഏത് ടൈപ്പ്. ഒരു ഹീമോഡയാലിസിസ് കൊടുക്കുന്ന ഒരു പേഷ്യന്റിന് ചില പേഷ്യൻസിന് നമുക്ക് ഹീമോഡയാലിസിസ് മാത്രമേ സാധിക്കുള്ളൂ, പെരിറ്റോണിയൽ പറ്റില്ല. മറ്റു ചില പേഷ്യൻസിനാണെങ്കിൽ ഹീമോഡയാലിസിസ് ഒരു കാരണവശാലും സാധിക്കില്ല, പെരിറ്റോണിയൽ ഡയാലിസിസ് തന്നെ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെ പല സാഹചര്യങ്ങളും ഏത് ടൈപ്പ് ഡയാലിസിസ് ചെയ്യണം, അത് എവിടെ ചെയ്യണം, വീട്ടിൽ ചെയ്യണോ അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിൽ ചെയ്യണോ, ഹോസ്പിറ്റലിൽ ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ആര് തീരുമാനിക്കുന്നത്? ഡോക്ടർ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം കേട്ടോ. ഇനി ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം, അതിന്റെ ബ്രാക്കറ്റിൽ ഇട്ട് വെക്കാം. നോക്കാം കേട്ടോ. ദ ലെങ്ത് ഓഫ് ദ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് റിലേ ബോഡി സൈസ്,
amount of the waste in the body and the present state of health. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത്, എത്ര നാള് നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വരും, ആ ഒരു ഡ്യൂറേഷൻ ഓഫ് ദ ഡയാലിസിസ് ട്രീറ്റ്മെന്റ്, അത് പ്രധാനമായിട്ടും 3 ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, റിലേ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റിലേ ഇവിടെ ആശ്രയിക്കാന്നാണ്, ഡിപ്പെൻഡ് ചെയ്യാന്നുള്ള അർത്ഥമാണ്. ദ ലെങ്ത് ഓഫ് ദ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് റിലേ എന്തെല്ലാം കാര്യങ്ങൾ, 3 ഫാക്ടേഴ്സ് അവർ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് ബോഡി സൈസ് ആണ് കേട്ടോ, അതായത് ആ ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ വലിപ്പം, ബോഡി സൈസ്. രണ്ടാമത്തത് എന്താണ്? എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, ശരീരത്തിലുള്ള ആ ഒരു വേസ്റ്റിന്റെ അളവ്, മാലിന്യങ്ങളുടെ അളവ്. മൂന്നാമത്തെ എന്താണ്? പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്, ആ ഒരു രോഗിയുടെ നിലവിലെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണ്. അങ്ങനെയുള്ള 3 ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത്, എത്ര നാള് ഡയാലിസിസ് വേണം എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്നത്. എന്താണ് ഡയാലിസിസ് ക്യാൻസറിന് മാത്രമല്ല ചെയ്യാം? അല്ലല്ല, ക്യാൻസറിന് മാത്രമാണ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ വേറൊരിതല്ലേ. ഡയാലിസിസ് എന്ന് പറയുന്നത് എന്തിനാണ്? വൃക്ക സംബന്ധമായിട്ട് ഇപ്പൊ ക്യാൻസർ ബാധിച്ച് പിന്നെ കുറെ കഴിയുമ്പോൾ കിഡ്നി ഫെയിലിയർ ആവുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്നതാണ് എന്ത്? ഡയാലിസിസ് ട്രീറ്റ്മെന്റ്. പ്രധാനമായിട്ടും കിഡ്നി ഫെയിലിയർ ആവുമ്പോൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ ഡയാലിസിസ് എന്ന് പറയുന്നത്. കിഡ്നി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 3 ഫാക്ടറുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങള്? ഫസ്റ്റ് പോയിന്റ് ബോഡി സൈസ് ആണ് അല്ലെ, ആളിന്റെ ആ ഒരു ശരീരത്തിന്റെ വലുപ്പം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നല്ല തടിയുള്ള ഒരാളാണെന്ന് വിചാരിക്കും, ബോഡി സൈസ് അത്യാവശ്യം കൂടുതലുള്ള ഒരാളാണെന്ന് വിചാരിക്കും. അപ്പൊ അയാൾക്ക് കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബോഡി സൈസ് കൂടുമ്പോൾ അതിനനുസരിച്ച് അയാളുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ് ലെവൽ കൂടുതലായിരിക്കും അല്ലെ, ദ്രാവകങ്ങളുടെ അളവ് കൂടുതലായിരിക്കും, എമൗണ്ട് വോള്യൂം കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും നമുക്കത് എന്താണ്, കൂടുതൽ നാള് ചിലപ്പോൾ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഇപ്പൊ ഒരു ഡയാലിസിസിലൂടെ അല്ല, ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആഴ്ചയിൽ 3 or 4 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് ആ ഒരു രോഗിയുടെ എന്താ പറയാ, ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ അത്യാവശ്യം ബോഡി സൈസ് ഉള്ള ഒരാളാണെങ്കിൽ അയാളുടെ ബോഡി ഫ്ലൂയിഡ് അതിനനുസരിച്ച് കൂടുതലായിരിക്കും. അപ്പൊ അത്രയും ഫ്ലൂയിഡ് നമുക്ക് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് കുറെ നാളുകളോളം നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. നാളുകളല്ല, കുറച്ച് ടൈം അല്ലെ, കൂടുതൽ ടൈം, ഒരുപാട് തവണ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ആ ലെങ്തിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ. അതേസമയം ഇപ്പൊ ഒരു ബോഡി സൈസ് കുറഞ്ഞ ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത്രയും ലെങ്ത് നമുക്ക് വേണ്ടി വരില്ല ഡയാലിസിസിന്. അതുകൊണ്ടാണ് അത് ഒരു ഘടകമാണത്. രണ്ടാമത്തത് എന്താണ്? എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി. അതെ, എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, ശരീരത്തിലുള്ള ആ ഒരു വേസ്റ്റിന്റെ അളവ്. ചില ആളുകളുടെ ശരീരത്തിൽ വേസ്റ്റിന്റെ അളവ് കൂടുതലാണെങ്കിൽ അപ്പൊ അത്രയും പ്രാവശ്യം ഡയാലിസിസ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വേസ്റ്റിന്റെ അളവ് കുറയാണെങ്കിലോ അപ്പൊ ഡയാലിസിസിന്റെ ആ ഒരു ലെങ്ത് നമുക്ക് കുറച്ചെടുത്താൽ മതി. ഓക്കെ, പിന്നെന്താണ്? പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്, അതായത് ആ ഒരു രോഗിയുടെ നിലവിലെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഏകദേശം ഒരു സ്റ്റേബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അധികം ഡയാലിസിസ് അവർക്ക് എടുക്കേണ്ടതായിട്ട് വരില്ല. അതേസമയം ഭയങ്കര ഗുരുതരമായിട്ടുള്ള ഒരു രോഗിയാണെന്ന് വിചാരിക്കുക, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു രോഗിയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നമുക്ക് കൂടുതൽ ടൈം ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. അവരുടെ നിലവിലെ രോഗാവസ്ഥ എങ്ങനെയാണ്? അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്, വേറെ അസുഖങ്ങളൊന്നുമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് നമുക്ക് ഡയാലിസിസ് അധികം നാള് ചെയ്യേണ്ടതായിട്ട് വരില്ല. അതേസമയം കൂടുതൽ ഫെയിലിയർ ആയിട്ടുള്ള, കിഡ്നി ഫെയിലിയർ ഭയങ്കരമായിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരുപാട് തവണ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും, കാരണങ്ങളോട് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് അപ്പൊ ഈ 3 ഫാക്ടറുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അതായത് ലെങ്ത് ഓഫ് ദ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ബോഡി സൈസ്. രണ്ടാമത്തെ എന്താണ്? എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി. മൂന്നാമത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത് ആണ് കേട്ടോ. നിലവിൽ അവരുടെ ആ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണ് അതിനെ ആശ്രയിച്ചിരിക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം കേട്ടോ. യൂസസ് ആണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഡയാലിസിസിന്റെ യൂസസ് അല്ല, ഡയാലിസിസ് എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ
ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇവിടെ പറയുന്ന ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് നേരെ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി വെക്കാം, അതിനനുസരിച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ നോക്കാം യൂസസ്, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഡയാലിസിസ് പ്രയോജനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് നോക്കാം. ഡയാലിസിസ് ഈസ് ബെനിഫിഷ്യൽ ഫോർ 2 different situations. പ്രധാനമായിട്ടും 2 വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നത്. ഏതൊക്കെയാണ് 2 വ്യത്യസ്ത സാഹചര്യങ്ങൾ? ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ശ്രദ്ധിക്കാം. ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ ദി പേഷ്യന്റ് ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. ആ റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻസ് ഒന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് പറയുന്നത്? അതായത് ഈ അടുത്തിടെയായിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷൻസ് എന്താ പറയാ തകരാറിലായിട്ടുള്ള രോഗികൾക്ക് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ഡയാലിസിസ് കൊടുക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് ഒരു സഡൻലി എന്ത് വരെയാണ് അബ്രപ്റ്റ്ലി സഡൻലി പെട്ടെന്ന് കിഡ്നി എന്താണ് ഒരു ഷട്ട് ഡൗൺ ആവുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ കിഡ്നി തകരാറ് വരുന്ന സന്ദർഭങ്ങൾ അതാണ് അവിടെ പറയുന്നത് ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻ. അടുത്തിടെയായിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ ഫെയിലിയർ ആയിട്ടുള്ള രോഗികൾക്ക് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഡയാലിസിസ് ഉപയോഗിക്കാറുണ്ട്. ആ ഒരു സാഹചര്യത്തിന് നമ്മളൊരു പ്രത്യേക പേരിലാണ് പറയുന്നത്. എന്താണെന്നറിയോ? അക്യൂട്ട് റീനൽ ഫെയിലിയർ. എന്താണ് പറയാ? അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ ARF എന്നാണ് പറയാ കേട്ടോ. ARF എന്ന് വെച്ചാൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ എഫ്, അതാണ് ARF എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? എന്താണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ? അക്യൂട്ട് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ആകസ്മികമായിട്ട്, പെട്ടെന്ന് എന്നൊക്കെയുള്ള അർത്ഥമാണ്. പെട്ടെന്നാണ് എന്തുണ്ടാവുന്നത്? കിഡ്നിയുടെ ഫംഗ്ഷൻ അവിടെ ഫെയിലിയർ ആവുന്നത്. ഓക്കെ, അപ്പം അക്യൂട്ട് റീനൽ ഫെയിലിയർ, റീനൽ എന്ന വാക്ക് എവിടെയും കേട്ടോ? റീനൽ എന്ന വാക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? കിഡ്നിയുമായിട്ട് റിലേറ്റഡ് ആണ്. നിങ്ങൾ ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? റീനൽ ഫെയിലിയർ. അപ്പൊ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇറ്റ് റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫംഗ്ഷൻസ് ആണെന്നുള്ളത് മനസ്സിലുറപ്പിച്ച് വെക്കാം. അതായത് അടുത്തിടെയായിട്ട് പെട്ടെന്ന് കിഡ്നിയുടെ ഫംഗ്ഷൻസ് ഫെയിലിയർ ആവാണ്. അതിന് നമ്മൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ ARF എന്നാണ് പറയുക. ഇനി നമ്മൾ കുറെ ഷോർട്ട് ഫോംസ് ഇതിനകത്ത് പറയൂ കേട്ടോ. അപ്പൊ അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്നൊന്നും നീട്ടി വലിച്ച് പറയില്ല. ARF അല്ലെങ്കിൽ AKI, ESKD എന്നൊക്കെയാവും നമ്മൾ പറയാം. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണെന്നുള്ളത് കേട്ടോ. അപ്പൊ അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ ARF അതാണ് ഒന്നാമത്തെ സാഹചര്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ സാഹചര്യം എന്താണ് പറയുന്നത്? യൂസ്ഡ് ഫോർ ദ പേഷ്യൻസ് who have permanently lost the kidney functions ആണ് കേട്ടോ. അതായത് ശാശ്വതമായിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ തകരാറിലായിട്ടുള്ള പേഷ്യൻസിനും നമ്മൾ എന്ത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്? ഡയാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ശാശ്വതമായിട്ട് കിഡ്നി ഫെയിലിയർ ആകുന്ന അവസ്ഥയിൽ നമ്മൾ പറയുന്ന പേരാണ് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ ഓർ കിഡ്നി ഫെയിലിയർ കേട്ടോ. എന്താണ് ക്രോണിക്? കാലങ്ങളോളം നീണ്ടു നിൽക്കുന്നത് വെച്ചാൽ ശാശ്വതമായിട്ട് എന്താണ് കിഡ്നിയുടെ ഫംഗ്ഷൻ തകരാറിലായി. ഇനി എന്ത് ചെയ്യാൻ നിവർത്തിയുള്ളൂ? ഡയാലിസിസ് ചെയ്യണം, അല്ലെങ്കിൽ കിഡ്നി എന്ത് ചെയ്യണം? ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ആ ഒരു സാഹചര്യം വരില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് അവസാനമായി നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ മുന്നിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കേട്ടോ. എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ. മനസ്സിലായോ നിങ്ങൾക്ക്? 2 സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ഒന്നെന്താണ്? ഹു ഹാവ് ലോസ്റ്റ് റീസെന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻ. അടുത്തിടെയായിട്ട് കിഡ്നി ഫംഗ്ഷൻ പോയിട്ട് അതിന് നമ്മൾ പറയാ ARF അഥവാ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്നാണ് നമ്മൾ പറയാ. അടുത്തിടെ പെട്ടെന്ന് കിഡ്നി ഫെയിലിയർ ആകുന്നത്. രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് പെർമനന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫെയിലിയർ എന്നാണ് കേട്ടോ. അതായത് ശാശ്വതമായിട്ട് തന്നെ കിഡ്നി എന്താവാണ്? തകരാറിലാവാണ്. അതിന് നമ്മൾ എന്താ പറയാ? ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ അഥവാ റീനൽ ഫെയിലിയർ എന്നാണ് പറയാ കേട്ടോ. ക്ലിയർ ആണല്ലോ? അതന്നെ ക്രോണിക് ആൻഡ് എൻഡ് സ്റ്റേജ് ഫെയിലിയർ. ഈ 2 സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുന്നത്? ഡയാലിസിസ് പ്രയോജനപ്പെടുത്തുന്നത്. അത് തന്നെയാണ് ഈ 2 പാരഗ്രാഫുകളിലായിട്ട് അവര് പറയുന്നത്. വേറെ അഡീഷണൽ പോയിന്റ്സ് ഒന്നും അതിനകത്ത് പറയുന്നില്ല. ഈ 2 പാരഗ്രാഫിലും ഇത് തന്നെയാണ് കേട്ടോ പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഒന്നാമത്തത് നോക്കുക കേട്ടോ. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അഥവാ AKI. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് വേറെ എന്തെങ്കിലും ആണോ? വേറെ ഒന്നുമല്ല. നമ്മളിവിടെ പറഞ്ഞില്ലേ അക്യൂട്ട് റീനൽ ഫെയിലിയർ ARF.
അത് തന്നെയാണ് എന്ത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അഥവാ AKI എന്ന് പറയുന്നത്. രണ്ടും രണ്ടല്ല കേട്ടോ, രണ്ടും ഒന്ന് തന്നെയാണെന്ന് ഓർക്കണം. അക്യൂട്ട് റീനൽ ഫെയിലിയർ ARF എന്ന് പറഞ്ഞാലും അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി AKI എന്ന് പറഞ്ഞാലും രണ്ടും എന്ത് തന്നെയാണ്, സെയിം ആണ് കേട്ടോ, വ്യത്യാസമില്ല, രണ്ടും സെയിം ആണ്. അപ്പൊ അതും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കാം കേട്ടോ. അപ്പൊ AKI എന്താണ്, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. ഏത് തന്നെയാണത്, ARF തന്നെയാണ്. അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് തന്നെ പറയുന്നത്, വേറൊരു പേരിൽ പറയുന്നത്. നോക്കുക, എ സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഡാമേജ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എ സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി, പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അബ്രപ്റ്റ്ലി കിഡ്നിയുടെ ഫങ്ഷൻസ് എന്താവാണ്, ഷട്ട് ഡൗൺ ആവാണ് അല്ലെ, അവിടെ ബ്രേക്ക് ആവാണ്, അങ്ങനെ ഒരു സാഹചര്യം കേട്ടോ. ദാറ്റ് ഹാപ്പൻസ് വിത്തിൻ എ ഫ്യൂ അവേഴ്സ് ഓർ ഡേയ്സ്. അത് സംഭവിക്കും ചിലപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ടൊക്കെ ആയിരിക്കാം പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഓക്കെ, AKI is normally treated in a hospital setting with the intravenous fluid. Intravenous fluid. എന്താണ് intravenous fluid എന്ന് പറഞ്ഞാല്, given through the vein, അതായത് inserted into the vein. Intravenous, venous, venous എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഞരമ്പ് അല്ലെ, സിരയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻട്രാവെനസ് എന്ന് പറഞ്ഞ എന്താണ്, അവിടെ ഉദ്ദേശിക്കുന്നത് ഇൻസേർട്ടഡ് ഇൻടു ദ വെയിൻ ആണ് കേട്ടോ. നമ്മുടെ വെയിനിലേക്ക് നേരിട്ട് എന്ത് ചെയ്യാണ്, ഇൻസേർട്ട് ചെയ്യണം. നമ്മൾക്ക് ഈ മറ്റേ തലകറപ്പ് ഇതൊക്കെ വരുമ്പോ നമ്മൾ എങ്ങനെയാണ് IV ആന്റിബയോട്ടിക് ഒക്കെ എങ്ങനെ തരുന്നത്, നമ്മുടെ കയ്യിൽ കാനുല കുത്തിയിട്ട് ഫ്ലൂയിഡ് കയറ്റില്ലേ, അതിന്റെ സംഭവം അതാണ് ഇൻട്രാവെനസ് ഫ്ലൂയിഡ്സ് കേട്ടോ. അത് അങ്ങനെയുള്ള ഇൻട്രാവെനസ് ഫ്ലൂയിഡ്സ്, അത്തരം ഇൻട്രാവെനസ് ഫ്ലൂയിഡ് ട്രീറ്റ്മെന്റ് ഉള്ള ഹോസ്പിറ്റലിലായിരിക്കും എന്ത് ട്രീറ്റ് ചെയ്യുക, നമ്മളുടെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അഥവാ ARF ട്രീറ്റ് ചെയ്യുക. പേജ് നമ്പർ 15 എങ്ങാണ്ടാണ് പറഞ്ഞത്. എന്റെ ബുക്കായിട്ടല്ല, പ്രിന്റ് ആയിട്ടാണ് എന്റെ കയ്യിലുള്ളത് കേട്ടോ. എനിക്ക് പേജ് നമ്പർ അറിയില്ല, ബുക്ക് മേടിച്ചവർക്ക് അറിയാം. 50 ആണ് കേട്ടോ, പേജ് നമ്പർ 50 ആണ്. ഓക്കെ, അപ്പൊ നോക്കാം. അങ്ങനെ ഇൻട്രാവെനസ് ഫ്ലൂയിഡ് ട്രീറ്റ്മെന്റ് സിസ്റ്റം ഉള്ള ഹോസ്പിറ്റലിനകത്താണ് ഏത് ട്രീറ്റ്മെന്റ് പൊതുവെ കൊടുക്കുക, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുക. കാരണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇൻട്രാവെനസ് ഫ്ലൂയിഡ് ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഡീഹൈഡ്രേഷനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ധാതു ലവണങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഫ്ലൂയിഡ് എന്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ഇനി ക്രിട്ടിക്കൽ കേസസ് ഡയാലിസിസ് മേ ആൾസോ ബി നെസസറി ഫോർ എ ഷോർട്ട് ടൈം ടിൽ ദ കിഡ്നീസ് ഗെറ്റ് ബെറ്റർ. അതായത് മൊഡ്യൂൾ 1 അല്ല വിഘ്നേഷ്, മൊഡ്യൂൾ 2 ആണ് കേട്ടോ, മൊഡ്യൂൾ 2 ആണ്. അതായത് ക്രിട്ടിക്കൽ സാഹചര്യങ്ങൾ, ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഈ പറയുന്ന ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. ഏതാകുന്നത് വരെ, കിഡ്നി ബെറ്റർ ആകുന്നത് വരെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത് ഒരു പരിധി വരെ റിവേഴ്സിബിൾ ആണെന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ട് റിവേഴ്സിബിൾ ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന കിഡ്നി ഫെയിലിയർ ആണ്. അപ്പൊ ആ പെട്ടെന്ന് എന്തുകൊണ്ട് ഫെയിലിയർ ആയി എന്നുള്ള കാരണം കണ്ടെത്തിയിട്ട് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിഡ്നിയുടെ ഫംഗ്ഷൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കിഡ്നിയുടെ ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും നമുക്ക് തിരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ ഒരു അർത്ഥത്തിൽ അത് റിവേഴ്സിബിൾ ആണ്. നമുക്കത് ക്യൂർ ചെയ്യാനുള്ള ഒരു എന്താ പറയുക സാഹചര്യം ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് അവർ പറയുന്നത് ക്രിട്ടിക്കൽ ഫേസ് ആണെങ്കിൽ ഡയാലിസിസ് ചിലപ്പോൾ കുറച്ച് നാളുകളോളം ചെയ്യേണ്ടതായിട്ട് വരും, കിഡ്നി ഒന്ന് ബെറ്റർ ആവുന്നത് വരെ. കിഡ്നി ബെറ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണ്ട, ഡയാലിസിസ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. മനസ്സിലായോ? അതാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയുടെ പ്രത്യേകത. അതിന്റെ റീസെന്റ് ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ് ആണ്. അപ്പൊ ഒരു പരിധി വരെ അത് റിവേഴ്സിബിൾ ആണ്. കാര്യം ആ ഒരു കിഡ്നി ഫെയിലിയർ ആവാനുള്ള കാരണം കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ട് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിഡ്നിയുടെ പ്രവർത്തനം തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ അതുവരെ കിഡ്നി ഒന്ന് ബെറ്റർ ആവുന്നത് വരെ ക്രിട്ടിക്കൽ കേസിൽ നമുക്ക് ഡയാലിസിസ് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ ആണല്ലോ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അടുത്തതാണ് എന്ത്, കിഡ്നി ഫെയിലിയർ. നമ്മൾ രണ്ടാമത് ഇവിടെ ഒരു പറഞ്ഞ സാഹചര്യമാണ് കേട്ടോ, എന്ത് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ഇല്ലേ, അതാണ് അവിടെ പറയുന്നത്. ആസ് പെർ ദ നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ, end stage kidney failure happens when the kidneys are functioning at only 10 to 15% of their normal function. Underline ചെയ്ത് വെക്കാം കേട്ടോ. അതായത് നമ്മൾ എന്ത് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലാണ് പറയാ, കിഡ്നിയുടെ ഫംഗ്ഷൻ ഏകദേശം പ്രവർത്തനം ഒരു 10-15% ചുരുങ്ങി പോകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, പൂർണ്ണമായിട്ടും കിഡ്നി തകരാറിലായി, ഫെയിലിയറിലായി എന്ന് നമ്മൾ പറയുന്നത്.
ഓക്കെ, ആ ഒരു പെർസെന്റേജ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എത്ര ശതമാനത്തിലോട്ട് ചുരുങ്ങുമ്പോഴാണ്? 10 to 15% കിഡ്നിയുടെ പ്രവർത്തനം ചുരുങ്ങുമ്പോൾ നമുക്ക് എന്ത് പറയാം? കിഡ്നി പൂർണ്ണമായിട്ടും തകരാറിലായി എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 10 to 15% ആണ് എന്ന് ചിലപ്പോൾ പെർസെന്റേജ് ഒക്കെ മാറ്റി തരും. 50 to 60%, അല്ലെങ്കിൽ 70 to 80% എന്നൊക്കെ പറഞ്ഞു തരാം. അപ്പൊ ഏതിലേക്കാണ് നമ്മൾ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്? 10 to 15% ചുരുങ്ങി പോകുന്നതാണ് കേട്ടോ. At this stage, the kidneys will not be able to keep you alive without extra help. അങ്ങനെ നമ്മൾ ആ പ്രവർത്തനം അത്രയും ചുരുങ്ങി പോകുമ്പോൾ പിന്നെ മറ്റൊരു സഹായം ഇല്ലാതെ കിഡ്നിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രവർത്തിക്കാൻ പറ്റാതെ അല്ല, ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പൊ എന്തെങ്കിലും ഒരു അഡീഷണൽ സപ്പോർട്ട് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ദിസ് ഈസ് ആൾസോ നോൺ ആസ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അഥവാ ESKD. അപ്പൊ ഇത് മൂന്നാമതൊരു ഷോർട്ട് ഫോമും കൂടെ നമ്മൾ പഠിക്കുകയാണ്, ESKD കേട്ടോ. എന്താണ് ESKD എന്ന് പറഞ്ഞാല്? എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്നാണ് കേട്ടോ. എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്നും പറയാം അല്ലെ. ക്രോണിക് റീനൽ ഫെയിലിയർ എന്നോ ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്നൊക്കെ പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ. ഇനി എന്താണ്? വിത്ത് കിഡ്നി ഫെയിലിയർ ഡയാലിസിസ് ഈസ് ഓൺലി ഏബിൾ ടു ഡു സം ഓഫ് ദ വർക്ക് ഓഫ് ഹെൽത്തി കിഡ്നീസ് ബട്ട് ഇറ്റ് ഇസ് നോ ക്യൂർ ഫോർ ദ കിഡ്നി ഡിസീസ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇത്ര ശതമാനത്തിലേക്ക് ചുരുങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ കിഡ്നി പൂർണ്ണമായിട്ട് തകരാറിലായി. ആ സമയത്ത് കിഡ്നിക്ക് എന്ത് ചെയ്യേണ്ടത് വരും? ഒരു അഡീഷണൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന സംഭവമാണ് എന്ത്? ഡയാലിസിസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത്തരം സാഹചര്യത്തില് ഡയാലിസിസ് കൊണ്ട് മാത്രമേ നമുക്ക് ആ കിഡ്നിയുടെ ഫംഗ്ഷൻ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കുക, ഡയാലിസിസ് എന്ന് പറയുന്നത് കിഡ്നിയെ ക്യൂർ ചെയ്യാനല്ല, അല്ലെങ്കിൽ എന്താ കിഡ്നിയെ നന്നാക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒന്നും അല്ല കേട്ടോ ഡയാലിസിസ്. പിന്നെ എന്താണ് ഡയാലിസിസ്? ഒരു കിഡ്നി ചെയ്യുന്ന ഫങ്ഷൻസ് ഒരു മെഷീൻ മുഖേന ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് കിഡ്നി ഒരു ഡയാലിസിസ് കൊണ്ട് കിഡ്നിനെ സുഖപ്പെടുത്തുന്നോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കിഡ്നി ക്യൂർ ആക്കാനോ ഒന്നും അവിടെ നടക്കുന്നില്ല. ഒരു കിഡ്നി ചെയ്യേണ്ട ഫങ്ഷൻസ് ആര് ചെയ്യും? ഡയാലിസിസ് മെഷീൻ ചെയ്യും. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു റീപ്ലേസ്മെന്റ് മാത്രമാണ് അവിടെ നടക്കുന്നത് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോ ക്യൂർ ഫോർ കിഡ്നി ഡിസീസ്. കിഡ്നി ഡിസീസിനെ സുഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിന് ഒരു ചികിത്സ കൊടുക്കുക അതൊന്നും അല്ല. കിഡ്നി ചെയ്യുന്ന ഫങ്ഷൻസ് ആര് ചെയ്യും? ഡയാലിസിസ് മെഷീൻ ചെയ്യും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് എന്താണ്? വിത്ത് ESKD the patient will require dialysis for the rest of your life or until he or she is able to get a kidney transplant. അപ്പൊ ഈ പറയുന്ന പോലെ കിഡ്നി ഫെയിലിയർ ആണല്ലോ, പൂർണ്ണമായിട്ട് കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഡയാലിസിസ് ചെയ്യുന്നതായിട്ട് വരും. ഏതാവുന്നത് വരെ? കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വരെ. കാരണം എൻഡ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. കുറെ നാളൊക്കെ ഡയാലിസിസ് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മള് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം അല്ലെ. കിഡ്നി മാറ്റിവെക്കണം. നമ്മൾ പറഞ്ഞല്ലോ, ഒരു കിഡ്നി മതി ശരിക്കും ജീവിക്കാനായിട്ട്. അത്യാവശ്യം ഒരു ഹെൽത്തി ആയിട്ടുള്ള കിഡ്നി ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പൊ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വരെ നമുക്ക് അവിടെ ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. നമ്മൾ ഇവിടെ വരെ എന്തെന്നാ പഠിച്ചത്? ഡയാലിസിസ് എന്താന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. ഡയാലിസിസ് ഏറ്റവും ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തുന്നത് 1940-കളിലാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെന്താണ്? ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് 3 ലെങ്ത് ഓഫ് ദ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് അഥവാ ഡ്യൂറേഷൻ ഓഫ് ദ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് പ്രധാനമായിട്ടും 3 ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെയാണ് 3 ഫാക്ടർ നമ്മൾ പറഞ്ഞത്. ബോഡി സൈസ് ഉണ്ട്, എമൗണ്ട് ഓഫ് ദ വേസ്റ്റ് ഇൻ ബോഡി ഉണ്ട്, പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത് അല്ലെ, പ്രസന്റ് സ്റ്റാറ്റസ് ഓഫ് ദ ഹെൽത്ത് അല്ലെ, ഹെൽത്ത് ഓഫ് ദ പേഷ്യന്റ്, ആ പേഷ്യന്റ് നിലവിലെ ഹെൽത്ത് സ്റ്റാറ്റസ്. അങ്ങനെ 3 കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഡയാലിസിസ് 2 വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് അല്ലെ. ഒന്ന് ഏതാണ്? ARF, അക്യൂട്ട് റീനൽ ഫെയിലിയർ. എന്താണ് അത് സംഭവം? അതായത് റീസെന്റ് ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻ അല്ലെ, അടുത്തിടെ കിഡ്നിയുടെ ഫംഗ്ഷൻ തകരാറുണ്ടാവുന്നു. ദാറ്റ് ഈസ് കോൾഡ് ARF. രണ്ടാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? ESKD അല്ലെ, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അഥവാ ക്രോണിക് കിഡ്നി ഫെയിലിയർ. അതെപ്പോഴാണ്? ശാശ്വതമായിട്ട് പെർമനന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻസ് അല്ലെ, ശാശ്വതമായിട്ട് കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാവുന്ന സാഹചര്യങ്ങൾ. അത് തന്നെയാണ് ഈ പറയുന്ന ARF ഉണ്ടല്ലോ, അക്യൂട്ട് റീനൽ ഫെയിലിയർ. അതിന്റെ തന്നെ പറയുന്ന വേറൊരു പേരാണെന്ത്? AKI അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്നാണ് നമ്മൾ അതിനെ പറയുക.
പിന്നെ ഈ സ്കെയിലിക്കകത്ത് നമ്മളൊരു കാര്യം പറഞ്ഞു, എത്ര ശതമാനത്തിലോട്ട് ചുരുങ്ങുമ്പോഴാണ് കിഡ്നിയുടെ ഫംഗ്ഷൻ നമ്മൾ പൂർണ്ണമായിട്ടും നിലച്ചു എന്ന് പറയുമ്പോഴാണ് ഒരു 10 to 15% ഒതുക്കുമ്പോഴാണ് കിഡ്നിയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും തകരാറിലായി എന്ന് നമ്മൾ പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തോട്ട് നമുക്ക് പോവാം. ഇതൊരു എളുപ്പമല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് വരുന്നതാണ്, നിങ്ങൾ ഈ ഷോർട്ട് ഫോംസ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ARF എന്താണ്, AKA എന്താണ്, ESKD എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. അത് പ്രത്യേകം ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അടുത്തതാണിത് ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്, എന്ത് വർക്ക് ആവുന്നത്, അതായത് ഡയാലിസിസ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഡയാലിസിസ് എങ്ങനെ ചെയ്യുന്നു എന്നല്ല കേട്ടോ ഇവിടെ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കിഡ്നിയുടെ ഫങ്ഷൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു വെച്ചാല് ആ ഫങ്ഷൻസ് ഒക്കെ ആര് ചെയ്യും, നമ്മുടെ ഡയാലിസിസ് മെഷീൻ ചെയ്യും. അതാണ് അവിടെ നടക്കുന്നത് കേട്ടോ. ഓക്കെ ശരി, അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. ഡയാലിസിസ് ഡിസ്ചാർജസ് സം ഓഫ് ദ ഡ്യൂട്ടീസ് ദാറ്റ് കിഡ്നി നോർമലി ഡസ് ടു കീപ് യുവർ ബോഡി ഇൻ ബാലൻസ് സച്ച് ആസ്. ശരിക്കും ഇവിടെ പറയുന്ന പോയിന്റുകൾ എന്താണെന്നറിയോ, ഒരു കിഡ്നി നമ്മുടെ ശരീരത്തില് എന്തൊക്കെ ഫംഗ്ഷനുകളാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പോയിന്റ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് പഠിച്ചു വെക്കണം കേട്ടോ. കിഡ്നിയുടെ ഫംഗ്ഷൻസ് ആണ് നേരത്തെ പറഞ്ഞില്ലേ, സെയിം പോയിന്റുകൾ തന്നെയാണ് കേട്ടോ ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് വായിക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, പ്രോപ്പർലി ഫംഗ്ഷനിങ് കിഡ്നീസ് പ്രിവെന്റ് എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ് ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് ഫ്രം പില്ലിംഗ് അപ്പ് ഇൻ ദ ബോഡി. പില്ലിംഗ് എന്ന് വെച്ചാൽ പില്ലിംഗോ പൈലിംഗോ ഒക്കെ വായിക്കാം കേട്ടോ. പില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, കുമിഞ്ഞുകൂടാ, അക്യുമുലേറ്റ് ചെയ്യില്ലേ, കുമിഞ്ഞുകൂടാ, അടിഞ്ഞുകൂടാ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ പില്ലിംഗ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതായത് ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്ത കിഡ്നി, ഒരു ഹെൽത്തി കിഡ്നീസ് എന്ന് പറഞ്ഞാല് അത് നമ്മുടെ ശരീരത്തിലുള്ള അധിക ദ്രാവകങ്ങള്, വേസ്റ്റ്, മറ്റ് ഇംപ്യൂരിറ്റീസ് അല്ലെ, മറ്റ് ഇംപ്യൂരിറ്റീസിനൊക്കെ നമ്മുടെ ശരീരത്തില് കുമിഞ്ഞു കൂടുന്നത് എന്ത് ചെയ്യും, തടയും എന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ്, കിഡ്നിയുടെ ഫംഗ്ഷൻ ആണ് പറയുന്നത് അല്ലെ. അത് നമ്മുടെ ശരീരത്തിൽ അതിന് ഫിൽറ്റർ ചെയ്ത് തന്നെ പുറത്തേക്ക് കളയും അല്ലെ. നമ്മുടെ ശരീരത്തില് അത്തരം വേസ്റ്റുകൾ കുമിഞ്ഞു കൂടുന്നത് തടയും. ആര് തടയും, കിഡ്നി തടയും അല്ലെ. പിന്നെ രണ്ടാമത്തെ എന്താണ്, 10 താഴുമ്പോഴാണ് ട്രാൻസ്പ്ലാന്റ്. അതെ അതെ അതെ, ഒരു 10 to 15% ആയിക്കഴിഞ്ഞ് കിഡ്നി പൂർണ്ണമായിട്ട് തകരാറിലായി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡയാലിസിസ് ചെയ്യും. പക്ഷെ എത്ര നാള് നമ്മൾ ഡയാലിസിസ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ ചിലവരെന്ത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അതിപ്പോ അവരുടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാര് അങ്ങനെയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. അപ്പൊ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ പിന്നെ അവർക്ക് ഇങ്ങനെ ഡയാലിസിസ് ഒന്നും ചെയ്യണ്ടല്ലോ, പിന്നെ ജീവിക്കാറ്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡിന് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മാരേജ് കഴിഞ്ഞിട്ട് അധികം നാളും പോലും ആയിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡിന് ഇതുപോലെ കിഡ്നി ഫെയിലിയർ വന്ന് ഭയങ്കര ക്രിട്ടിക്കലായി, വലിയൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയിരുന്നു. അവസാനം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത്. ചെറുപ്പമാണല്ലോ, ചെറുപ്പമാണ്, കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളും കൂടി ആയിട്ടില്ല. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ വന്നിട്ട് ഫ്രണ്ടിന്റെ ഹസ്ബൻഡിന് അവരുടെ അമ്മയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ വളരെ ഹെൽത്തി ആണ്, നല്ല ഹാപ്പി ആയിട്ട് അവർ ജീവിക്കുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോ നമ്മൾ പറഞ്ഞെന്താണ്, ഓക്കെ കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് അല്ലെ. ഓക്കെ, രണ്ടാമത്തെ ഓക്കെ 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 ശരി ശരി. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അവരായിട്ട് മാച്ച് ആവുന്ന രീതിയിലുള്ള ആൾക്കാർ വേണം. കിഡ്നി ട്രാൻസ്ഫർ ആക്കിയ പോലെ. പക്ഷെ നമ്മൾ ആദ്യം നോക്കൂല്ലോ, അവര് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തത് ട്രീറ്റ്മെന്റ് ഒക്കെ നോക്കി ഒരുപാട് സമയം കളഞ്ഞില്ല, പെട്ടെന്ന് ഒരു കിഡ്നി എടുക്കണം, ആ ലെവലിലായി കാര്യങ്ങൾ. ചെറുപ്പമാണ്, ഇനി ഒരു ജീവിതം എടുക്കണം മുന്നോട്ട്. പിന്നെ കിഡ്നി പെട്ടെന്ന് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. പക്ഷെ എന്താണ്, ഹെവി ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു, പക്ഷെ ഇത് വന്നതിന്റെ ആൾക്ക് ഒരു ഹെവി ആയിട്ടുള്ള ജോലികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ പ്രോപ്പർ ചെക്കപ്പും കാര്യങ്ങളൊക്കെ വേണം, എന്നാലും കുഴപ്പമില്ലാണ്ട് ജീവിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ് കേട്ടോ, ദേ ആൾസോ ഹെൽപ്പ് ടു കൺട്രോൾ ബ്ലഡ് പ്രഷർ. പറഞ്ഞ പോയിന്റ് ആണ് കേട്ടോ, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. എന്താണ്, ഓക്കെ ഓക്കെ ഓക്കെ, ആണോ, കിഡ്നി ഡോണർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ പറ്റൂലോ. ഹസ്ബൻഡിന് കൊടുത്തൂല. ഓക്കെ ഓക്കെ, ക്ഷമിപ്പ. വലിയൊരു കാര്യം തന്നെയാണത് കേട്ടോ. ഇത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവൂലോ ആൾക്കാര്. എല്ലാത്തിനേക്കാളും ഉപരി ജീവിതമാണല്ലോ പ്രധാനം അല്ലെ. അപ്പൊ പിന്നെ ചെയ്യാം.
പിന്നെന്താണ്, അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ഹെൽത്തി ഒരെണ്ണം മതി, കിഡ്നി മതി, ഹെൽത്തി ആണെങ്കിൽ ഓക്കെ ആണ്, നമുക്ക് ജീവിക്കാൻ പറ്റും. അടുത്തതാണ് they also help to control blood pressure and control the levels of chemical elements in the blood കേട്ടോ. കിഡ്നിയുടെ രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് പറയുന്നത്, നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു കേട്ടോ, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിനകത്തുള്ള കെമിക്കൽ എലിമെന്റ്സ് എന്ന് വെച്ചാൽ ധാതു ലവണങ്ങൾ കേട്ടോ, സോഡിയം പൊട്ടാസ്യം പോലുള്ള ലവണങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ ശരീരത്തിനകത്ത്, അതൊക്കെ ബാലൻസ് ചെയ്ത് നിർത്താനും ആര് സഹായിക്കുന്നുണ്ട്, കിഡ്നി സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ ഇവിടെ പറയുന്നു കെമിക്കൽ എലിമെന്റ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പറയാണ്, വോയിസ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആവുന്നില്ലേ വോയിസ്? ഓക്കെ, അപ്പൊ നോക്കാം. ദീസ് എലമെന്റ്സ് മേ ബി സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഈ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, സോഡിയം ആവാം, പൊട്ടാസ്യം ആവാം. അത്തരത്തിലുള്ള ലവണങ്ങളെയൊക്കെ എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്ത് നിർത്താം. അതൊക്കെ ആരുടെ ഫംഗ്ഷൻ ആണ്, കിഡ്നിയുടെ ഫംഗ്ഷൻ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിഡ്നി തകരാറിലായി കഴിഞ്ഞാല് ഈ പറയുന്ന എല്ലാ ഫംഗ്ഷൻസും ഡൗൺ ആവും അല്ലെ, എല്ലാം താറുമാറാവും. അപ്പൊ തന്നെയാണ് അങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ വരുന്നത് കേട്ടോ. ഇടയ്ക്ക് കട്ടായി. ഓക്കെ ഓക്കെ, കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, കിഡ്നി C1 ആക്ടിവേറ്റ് എ ഫോം ഓഫ് വിറ്റാമിൻ ഡി ദാറ്റ് എൻഹാൻസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിന്റെ ആഗിരണത്തെ സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ഉണ്ട്. ഏതാണത്? വിറ്റാമിൻ ഡി ആണ് കേട്ടോ, വിറ്റാമിൻ ഡി. അപ്പൊ ആ ഒരു വിറ്റാമിൻ ഡിനെ സജീവമാക്കാനായിട്ട്, കുറെ കൂടെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഓർഗനും കൂടിയാണ് എന്ത്, നമ്മുടെ കിഡ്നി. നമ്മൾ പറയാറുണ്ട് സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാ, വിറ്റാമിൻ ഡി ആണല്ലേ. ഈ വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞാല് നമ്മുടെ കാൽസ്യത്തിന്റെ ആഗിരണത്തിനെ സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് കേട്ടോ. വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് നമുക്ക് സൂര്യപ്രകാശത്തിലൂടെയൊക്കെ ലഭിക്കുന്ന വിറ്റാമിൻ ആണ്. അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ തന്നെ കാൽസിഫെറോൾ എന്നാണ് കേട്ടോ അതിന്റെ പേര്. വിറ്റാമിൻ ഡിയുടെ തന്നെ സയന്റിഫിക്, അതൊന്നും ചോദിക്കില്ല കേട്ടോ, പറഞ്ഞെന്നുള്ളൂ. കാൽസിഫെറോൾ എന്നാണ് പറയുന്നത്. കാൽസ്യത്തിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ കാലത്ത് എന്താണ് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വന്നാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പൊ ഇന്നിപ്പോ മിക്കവാറും എല്ലാ ഡോക്ടർമാരും ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത് വിറ്റാമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്യാൻ പറയും. അത് മാത്രമല്ല, ഒരു 30+, ഒരു 30+ ഒക്കെ ആയി കഴിഞ്ഞാല് നമ്മൾ നിർബന്ധമായിട്ടും ഈ പറയുന്ന വിറ്റാമിൻ ഡി പോലെയുള്ള കാൽസ്യം ടാബ്ലറ്റ്സുകളൊക്കെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ എപ്പോഴും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി തന്നെ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ഒരുപാട് കാൽസ്യം ടാബ്ലറ്റ്, വിറ്റാമിൻ ഡി ഒക്കെ വാങ്ങിച്ചു കഴിച്ച് ചിലപ്പോൾ മൂത്രത്തിക്കലിന് വരാനും മതിയില്ല. അങ്ങനെ ചെയ്യരുത്. അപ്പൊ അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഈ വയസ്സായ ആൾക്കാരൊക്കെ പെട്ടെന്ന് വീണ് കഴിഞ്ഞ് എല്ല് പെട്ടെന്ന് പൊട്ടും അവരുടെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തെന്നിയാൽ മതി, ചിലപ്പോ എല്ല് പൊട്ടി അവർ കിടക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി വരും. അപ്പൊ ഈ കാൽസ്യം എവിടെ നിന്ന് വലിക്കും, നമ്മുടെ എല്ലിൽ നിന്നും പല്ലിൽ നിന്നൊക്കെ ശരീരം വലിച്ചെടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലും പല്ലൊക്കെ ക്ഷയിക്കാൻ തുടങ്ങും, വീക്ക് ആവും. അപ്പൊ പെട്ടെന്ന് ഫ്രജൈൽ ആവും അത്. അപ്പൊ പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് വിറ്റാമിൻ ഡി ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ ഈ വിറ്റാമിൻ ഡി പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. നമുക്ക് സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുന്ന വിറ്റാമിൻ ആണ്. അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്, നമ്മുടെ കിഡ്നി നമുക്ക് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഫംഗ്ഷൻ ആണ് പറഞ്ഞത്. മനസ്സിലായില്ല? ഓക്കെ, എന്താണ് കൂടുതൽ സ്കിൻ പ്രോബ്ലംസ്? സ്കിൻ പ്രോബ്ലംസിന്. ഓക്കെ, അടുത്തത് കേട്ടോ, നാലാമത്തെ കാര്യം പറയുന്നത് when the kidneys are unable to perform. ഇപ്പൊ നമ്മൾ ഇവിടെ വരെ പറഞ്ഞ എന്താണ്, കിഡ്നിയുടെ ഫംഗ്ഷൻസുകളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ, കിഡ്നിയുടെ ഫംഗ്ഷനുകളാണ് നമ്മൾ പറഞ്ഞത്. when the kidneys are unable to perform these functions due to the disease or injury, it is dialysis that can help the body run as normally as possible. Okay, without dialysis, salt and other waste product will pile up in the blood, poison the body and damage other organs. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് കിഡ്നിയുടെ ഫംഗ്ഷൻസ് ആണ്. എന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തിലുള്ള അധിക ദ്രാവകങ്ങളും മറ്റ് ഇമ്പ്യൂരിറ്റീസും മാലിന്യങ്ങളൊക്കെ പുറന്തള്ളുന്നു, ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിലുള്ള ധാതു ലവണങ്ങളെ ബാലൻസ് ചെയ്യുന്നു, കാൽസ്യത്തിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഡിയുടെ സജീവമാക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്, കിഡ്നി സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കിഡ്നി എപ്പോഴും ഫെയിലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
നമ്മുടെ ബോഡി വളരെയധികം വീക്ക് ആവുകയും ഈ പറയുന്ന സാൾട്ടും മറ്റുള്ള വേസ്റ്റ് പ്രോഡക്റ്റുകൾ ഇമ്പ്യൂരിറ്റീസും ഒക്കെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടും അല്ലെ. അത് നമ്മുടെ ശരീരത്തിനെ കോൺസ്യൂം ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിനെ മറ്റുള്ള ഓർഗൻസിനെ കൂടെ അത് നശിപ്പിച്ചു കളയും. ഓക്കെ, ഇവിടെ പഠിക്കേണ്ടത് എന്താണ്? കിഡ്നിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ് കേട്ടോ. നമ്മൾ ഡയാലിസിസ് ഏതൊക്കെ ഡയാലിസിസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. പ്രധാനമായിട്ടും ഡയാലിസിസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് 2 തരത്തിലാണ് ഉള്ളത് കേട്ടോ. ഓർത്തു വെക്കാം, 2 തരത്തിലാണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഹീമോ ഡയാലിസിസ് ആണ് കേട്ടോ. ഒന്നാമത്തെ എന്താണ്? ഹീമോ ഡയാലിസിസ്. രണ്ടാമത്തത് എന്താണ്? പെരിറ്റോണിയൽ ഡയാലിസിസ്. പറഞ്ഞു മനസ്സിലായോ? ഒന്നാമത്തേത് ഹീമോ ഡയാലിസിസ്, രണ്ടാമത്തത് പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ് അവിടെ നിൽക്കട്ടെ, അയാളെ നമുക്ക് മാറ്റി വെക്കാം, അയാളെ നമുക്ക് പിന്നത്തെ ക്ലാസ്സിൽ പറയാം. ഹീമോ ഡയാലിസിസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഹീമോ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഹീം എന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഹീമോ, ഹീം എന്ന വാക്ക് എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹീം, ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഫാത്തിമ, അലിഷ, അൽഫിയ, കുഞ്ഞി, കിറ്റി, നെന്നല്ല, ബ്ലഡ്. ഓക്കെ, ട്രാൻസ്പ്ലാന്റ്. ഓക്കെ, ബ്ലഡ് കറക്റ്റ് ആണ് കേട്ടോ. ഹീം എന്ന വാക്ക് സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? ബ്ലഡിനെയാണ് കേട്ടോ. എല്ലാവരുടെയും മെസ്സേജ് ഞാൻ കണ്ടുട്ടോ. ജിപി, ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ബ്ലഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ പേര് പോലെ തന്നെ ഹീമോ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത്? നമുക്ക് ആദ്യം വായിക്കുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾ സംഭവം കേൾക്കുക, എന്നിട്ട് നമുക്ക് വായിക്കട്ടെ. അപ്പൊ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഹീമോഡയാലിസിസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിനകത്തുള്ള ബ്ലഡിനെ വെളിയിലോട്ട് എടുക്കുകയാണ്, പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ബ്ലഡിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ട്. ഈ ഡയാലിസിസ് മെഷീനകത്ത് എന്തുണ്ട്? ഒരു ഫിൽറ്റർ ഉണ്ട്. ഇതുകൊണ്ട് ഒരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററിന് നമ്മൾ എന്താ പറയാന്നറിയോ? ഡയലൈസർ എന്നാണ് പറയുക. എന്താണ് പറയാ? ഡയലൈസർ. പുറത്ത് വെക്കാട്ടോ. ആ ഫിൽറ്ററിന്റെ ഒരു അരിപ്പയുണ്ട്, അതിന് നമ്മൾ ഡയലൈസർ എന്നാണ് പറയാ. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മള് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ നെഫ്രോളജി എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് പഠിച്ചത് ഓർമ്മയില്ലേ? അപ്പൊ എന്തുകൊണ്ട് നെഫ്രോളജി എന്ന് പറയാൻ കാരണം, അതായത് കിഡ്നിക്ക് അകത്തൊരു അരിപ്പയുണ്ട്, അതിന് നമ്മള് നെഫ്രോൺസ് എന്നാണ് പറയാ അല്ലെ. നെഫ്രോൺസ് നമ്മുടെ ശരിക്കുള്ള നമ്മുടെ കിഡ്നിക്ക് അകത്ത് ഒരു അരിപ്പയുണ്ട്. ആ അരിപ്പേനെ നമ്മൾ നെഫ്രോൺ എന്നാണ് പറയുക. ഓക്കെ, ആ ഒരു പേരിൽ നിന്നാണ് നെഫ്രോളജി എന്നുള്ളത് വന്നത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് എന്താണ്? കിഡ്നി തകരാറിലാണ്. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത് എന്താണ്? ഒരു ഡയാലിസിസ് മെഷീൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ പേഷ്യന്റിന്റെ ബ്ലഡ് വെളിയിലോട്ട് എടുക്കാണ്, പുറത്തേക്ക് എടുത്തിട്ട് ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ട്. ആ മെഷീനകത്തൊരു ഫിൽറ്റർ ഉണ്ട്, ഒരു അരിപ്പയുണ്ട്. കിഡ്നിയിലെ നെഫ്രോൺസ് എന്നതുപോലെ ഡയാലിസിസ് മെഷീനകത്തൊരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററിനെ നമ്മൾ പറയാ ഡയലൈസർ എന്നാണ് പറയാ. എന്താ പറയാ? ഡയലൈസർ. അപ്പൊ ഈ ഡയലൈസറിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ബ്ലഡിനെ കടത്തിവിടുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഡയലൈസർ ഒരു ഫിൽറ്റർ ആണല്ലോ. ഇതിനെന്ത് ചെയ്യും? ഈ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യും. ഫിൽറ്റർ ചെയ്തിട്ട് പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ ഇതേ ഡയാലിസിസ് മെഷീൻ ഉപയോഗിച്ച് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? പേഷ്യന്റിന്റെ ശരീരത്തിലേക്ക് അങ്ങോട്ട് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഹീമോ ഡയാലിസിസ്. മനസ്സിലായ പറഞ്ഞത്? ഹീമോ ഡയാലിസിസ് എന്താണ്? അതായത് പേഷ്യന്റിന്റെ ആ ഒരു ബ്ലഡ് നമ്മൾ വെളിയിലോട്ട് എടുക്കുന്നുണ്ട്, പുറത്തോട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ട്, അതിനകത്തൊരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററിന് നമ്മൾ ഡയലൈസർ എന്നാണ് പറയുക. ഓക്കെ, അതിലൂടെ ബ്ലഡ് കടത്തി വിടുമ്പോൾ ഈ ബ്ലഡ് എന്ത് ചെയ്യാണ്? ഫിൽറ്റർ ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഫിൽറ്റർ ചെയ്ത് വരുന്ന ബ്ലഡ്, ദാറ്റ് മീൻസ് പ്യൂരിഫൈ ചെയ്തിട്ട് വരുന്ന ബ്ലഡിനെ ഡയാലിസിസ് മെഷീൻ ഉപയോഗിച്ച് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് കയറ്റി വിടുകയാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കൊന്ന് വായിച്ചാലോ? എന്താണ് ഹീമോ ഡയാലിസിസ്? ഹീമോ ഡയാലിസിസിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് HD എന്നാണ് കേട്ടോ സൂചിപ്പിക്കുക. ഇതിൽ കുറെ ഇപ്പൊ നമ്മൾ ARF പഠിച്ചു, AKE പഠിച്ചു, ESKD പഠിച്ചു, അതങ്ങോട്ട് കൂടെ മാറിപ്പോകരുത് കേട്ടോ. HD എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീമോ ഡയാലിസിസ്. ഓക്കെ, വായിക്കാം. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് ഹീമോ ഡയാലിസിസ്. ഓക്കെ, ഇനി എന്താണ് ഹീമോ ഡയാലിസിസ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഹീമോ ഡയാലിസിസ് ഈസ് എ method in which dialysis machine and a special filter called an artificial kidney or a dialyzer is used. അപ്പൊ ഡയലൈസറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നാണ് പറയുക, കൃത്രിമ വൃക്ക എന്നാണ്
അറിയപ്പെടുന്നത്. എന്ത്? ഡയലൈസർ കേട്ടോ. ഡയലൈസർ എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ ആണ് കേട്ടോ. ശരിക്കും അതിനെയാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ആർട്ടിഫിഷ്യൽ കിഡ്നി അതിന് നമുക്ക് എന്ത് പറയാം? ഹീമോ ഡയലൈസർ എന്നും പറയാം. ഹീമോ ഡയലൈസർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ബ്ലഡ് അതിൽ കൂടെ പാസ് ചെയ്യുന്നത് കൊണ്ടാണ് ഹീമോ ഡയലൈസർ എന്ന് പറയുന്നത്. എലിമിനേറ്റ്സ് ദ വേസ്റ്റ് ആൻഡ് സർപ്ലസ് ഫ്ലൂയിഡ് ഫ്രം ദ ബ്ലഡ്. ബ്ലഡിലുള്ള വേസ്റ്റുകൾ പിന്നെ മിച്ചമുള്ള മറ്റ് ദ്രാവകങ്ങളെയൊക്കെ നല്ലപോലെ ഫിൽട്ടർ ചെയ്യുന്നു. ദ ഫിൽറ്റേർഡ് ബ്ലഡ് ഈസ് ദെൻ സെൻഡ് ബാക്ക് ടു ദ ബോഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയാലിസിസ് മെഷീൻ. എന്നിട്ട് ഫിൽട്ടർ ചെയ്യുന്ന ബ്ലഡിനെ ഡയാലിസിസ് മെഷീൻ വഴി തന്നെ തിരിച്ചെന്താണ് പേഷ്യന്റിന്റെ ബോഡിക്ക് അകത്തേക്ക് തിരിച്ച് കയറ്റി വിടാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ എന്താണ് ഹീമോഡയാലിസിസ് എന്നുള്ളത്. ഇനി ശ്രദ്ധിക്കാം കേട്ടോ. ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ഹീമോഡയാലിസിസ് മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു മേക്ക് എ വാസ്കുലർ ആക്സസ് സൈറ്റ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഹീമോഡയാലിസിസ് ചെയ്യുമ്പോൾ ബ്ലഡിനെ നമ്മൾ പുറത്തേക്ക് എടുക്കണം അല്ലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ബ്ലഡിനെ നമുക്ക് ശരീരത്തിന്റെ വെളിയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഒരു വഴി വേണ്ടേ? ഒരു വേ ഉണ്ടാക്കി വെക്കണം അല്ലെ. ആ ഒരു വഴി ക്രിയേറ്റ് ചെയ്താലാണ്, അതിലൂടെയാണ് നമുക്ക് എടുക്കേണ്ടത്. ഒരു 1-2 തുള്ളി ബ്ലഡ് ഒന്നും അല്ല നമുക്ക് എടുക്കേണ്ടത് അല്ലെ. അത്യാവശ്യം നല്ല ഫ്ലോയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ബ്ലഡിനെ ശരീരത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവരണം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തില് ബ്ലഡിന് വരാനുള്ള, പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു പാത നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് പറയാ? വാസ്കുലർ ആക്സസ് സൈറ്റ്. ആക്സസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രവേശനം, വഴി എന്നൊക്കെയുള്ള അർത്ഥം, വേ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഈ ബ്ലഡിനെ വെളിയിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു വേ ആണ്. ഓക്കെ, ദ വേ that creates in the body to get the desired amount of the blood. Okay, ആ ഒരു ബ്ലഡ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വഴിയാണ്, ഒരു വേ ആണ്. അപ്പൊ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. ഈ വാസ്കുലർ ആക്സസ് സൈറ്റ് നമ്മൾ എങ്ങനെ ചെയ്യണം? മൈനർ സർജറിയിലൂടെയാണ് ആ ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 3 തരത്തില്, ഞാൻ പറഞ്ഞത് 3 തരത്തില് നമുക്ക് വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണെന്ന് അറിയാം? 3 തരം. ഒന്ന് വന്നിട്ട് AV ഫിസ്റ്റുല. ഓക്കെ, AV ഫിസ്റ്റുല. രണ്ടാമത് AV ഗ്രാഫ്റ്റ്. ഓക്കെ, AV ഗ്രാഫ്റ്റ്. മൂന്നാമത്തതാണ് വാസ്കുലർ ആക്സസ് കത്തീറ്റർ. വാസ്കുലർ ആക്സസ് കത്തീറ്റർ. ഈ 3 ടൈപ്പുമാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. പറഞ്ഞു മനസ്സിലായോ? വാസ്കുലർ ആക്സസ് സൈറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഹീമോഡയാലിസിസ് ചെയ്യുമ്പോൾ ബ്ലഡിനെ പുറത്തോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഒരു പാതയാണ് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വാസ്കുലർ ആക്സസ് സൈറ്റ് ഒരു മൈനർ സർജറിയിലൂടെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ 3 തരത്തില് 3 ടൈപ്പ് ഓഫ് വാസ്കുലർ ആക്സസ് സൈറ്റ് ഉണ്ട്. 3 തരത്തില് 3 ടൈപ്പ് ഓഫ് വാസ്കുലർ ആക്സസ് സൈറ്റ് ഉണ്ട്. ഒന്ന് AV ഫിസ്റ്റുല, 2 AV ഗ്രാഫ്റ്റ്, 3 വാസ്കുലർ ആക്സസ് കത്തീറ്റർ. ഓക്കെ, അപ്പൊ നോക്ക്. ബിഫോർ സ്റ്റാർട്ടിംഗ് ഹീമോഡയാലിസിസ് മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു മേക്ക് എ വാസ്കുലർ ആക്സസ് സൈറ്റ്. എന്താണ് വാസ്കുലർ ആക്സസ് സൈറ്റ്? ഓപ്പണിംഗ് ഇൻ ടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽസ്. നമ്മുടെ കയ്യിലോ നമ്മുടെ കാലിലോ ഒക്കെ ഉള്ള ഏതെങ്കിലും ഒരു ബ്ലഡ് വെസൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ഓപ്പണിംഗ് ഇടാണ്. എന്നിട്ട് ആ ബ്ലഡ് വെസലിലൂടെ, ആ രക്തക്കൊഴിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ബ്ലഡിനെ പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഓപ്പണിംഗ് ഇൻ ടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽസ്. നോർമലി ഇൻ ദ പേഷ്യൻസ് ആം, സാധാരണയായിട്ട് നമ്മുടെ പേഷ്യന്റിന്റെ ആമുണ്ടല്ലോ, കൈത്തണ്ട, ഈ ഭാഗത്താണ്, നമ്മുടെ കൈത്തണ്ടയുടെ ഭാഗത്താണ് ആ വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. ദിസ് ആക്സസ് സൈറ്റ് ഈസ് ഇമ്പോർട്ടന്റ് to have an easy way to get the blood from the body through the dialyzer and back into the body. ഈ വാസ്കുലർ ആക്സസ് സൈറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. ആ ഒരു ആക്സസ് സൈറ്റിലൂടെയാണ് നമ്മൾ ബ്ലഡിനെ എടുത്ത് ഡയലൈസറിലൂടെ കടത്തി വിട്ട് പിന്നെ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് വീണ്ടും നമ്മൾ അവരുടെ ബോഡിയിലേക്ക് കയറ്റി വിടുന്നത് മുഴുവൻ എടുക്കുന്നതും ബ്ലഡ് എടുക്കുന്നതും ബ്ലഡിനെ തിരിച്ച് കയറ്റി വിടുന്നതും ഒക്കെ എന്തിലൂടെയാണ്? ഈ പറയുന്ന വാസ്കുലർ ആക്സസ് സൈറ്റിലൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ വാസ്കുലർ ആക്സസ് സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു സർജറിയിലുണ്ട്. ആദ്യം ഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ സർജറി ചെയ്യും. സർജറി ചെയ്ത് ഇങ്ങനെ ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് ഉണ്ടാക്കി വെക്കും. എന്നിട്ടാണ് പിന്നീട് അതിലൂടെ നമ്മൾ ഡയാലിസിസ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം 3 ടൈപ്പില് ഏതൊക്കെയാണ്. ഒന്നാമത്തേതാണ് AV ഫിസ്റ്റുല കേട്ടോ. AV ഫിസ്റ്റുല ആദ്യം ഞാൻ പറയാം, പറഞ്ഞിട്ട് നമുക്കത് വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവും കേട്ടോ. ഫിസ്റ്റുല, AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ എന്താണ്? AV എന്താണ് A സൂചിപ്പിക്കുന്നത്? AV ആർട്ടീരിയോ വീനസ് എന്നാണ് കേട്ടോ.
എന്താണ് ആർട്ടീരിയോ വീനസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ് ധമനിയാണ് കേട്ടോ. ധമനിയാണ് ഉദ്ദേശിക്കുന്നത്. വീനസ് മീൻസ് വെയിലാണ് കേട്ടോ, സിരയാണ്. ധമനി സിര എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, സ്കൂളിൽ പഠിച്ചിട്ടില്ലേ നമ്മള് ധമനി സിര എന്നൊക്കെ, അത് തന്നെ. അപ്പൊ ആർട്ടീരിയോ വീനസ് എന്നുള്ളതിനെയാണ് AV എന്ന് ഷോർട്ട് ആക്കിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ AV ഫിസ്റ്റുല. അപ്പൊ ഫിസ്റ്റുല എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. വേറൊരു ഫിസ്റ്റുല ഉണ്ട്, അതല്ല. ഇവിടെ ശരിക്കും ഫിസ്റ്റുല എന്നതോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളിങ്ങനെ ഉള്ളു പൊള്ളയായിട്ടുള്ള രണ്ട് എന്താ പറയാ കുഴലുകള് നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കുറേയും കൂടി ഉൾവിസ്താരമുള്ള ഒരു കുഴല് നമുക്ക് ലഭിക്കും. ഓക്കെ, അതാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഫിസ്റ്റുല എന്ന വാക്കുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഉള്ളു പൊള്ളയായിട്ടുള്ള രണ്ട് കുഴലുകൾ നമ്മൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കണം. പരസ്പരം ഇങ്ങനെ കൂട്ടല്ല, അതായത് പരസ്പരം നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാ കുറേയും കൂടെ ഉൾവിസ്താരമുള്ള ഒരു കുഴലായിട്ട് അത് മാറും. ഓക്കെ, അതാണ് അവിടെ ഫിസ്റ്റുല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, AV ഫിസ്റ്റുലക്കകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ആമിലാണല്ലോ ചെയ്യുക, അവിടെ എന്താ ഒരു ആർട്ടറിനെയും വെയിനെയും തമ്മിൽ എന്ത് ചെയ്യാണ്? ഒരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുകയാണ്. പറഞ്ഞ് മനസ്സിലായോ? ചിത്രം നോക്കിയാൽ പെട്ടെന്ന് അറിയും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം, തന്നെ അധികം ടൈമില്ല, ഓൾറെഡി ടൈം ഇസ് ഓവർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. നമ്മൾ പറഞ്ഞത് ഇത്രയൊക്കെയുള്ളൂ, പഠിക്കേണ്ട പോയിന്റുകളൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. കിഡ്നി എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ 1940s ആദ്യമായിട്ട് ഡയാലിസിസ് ഇഫക്റ്റീവ്ലി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബോഡി സൈസ്, എമൗണ്ട് ഓഫ് വേസ്റ്റ്, പിന്നെ എന്താണ് പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്. പിന്നെ 2 വ്യത്യസ്ത സാഹചര്യങ്ങളാണ് ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നത്. ഒന്ന് ARF അഥവാ AKI എന്ന് പറയാം കേട്ടോ, അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. ദാറ്റ് മീൻസ് എന്താണ് റീസെന്റ് ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാവുന്ന കിഡ്നി തകരാറ്. അതാണ് AKI അഥവാ ARF എന്ന് പറയുന്നത്. രണ്ടാമത്തത് ESKD ആണ്, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അഥവാ നമുക്ക് ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്നോ ക്രോണിക് റീനൽ ഫെയിലിയർ എന്നോ പറയാം. അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? പെർമനന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എപ്പോഴാണ് ഒരു കിഡ്നി പൂർണ്ണമായിട്ടും തകരാറിലായി എന്ന് നമ്മൾ പറയുന്നത്? ഒരു 10 to 15% ചുരുങ്ങുമ്പോഴാണ് നമ്മൾ കിഡ്നി ഫെയിലിയർ ആയി പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടത് കിഡ്നിയുടെ ഫങ്ഷൻസുകളാണ്. എന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അധിക ദ്രാവകങ്ങള് ബ്ലഡിലുള്ള മറ്റു മാലിന്യങ്ങളെയൊക്കെ അത് എന്ത് ചെയ്തു? പുറത്തേക്ക് കളയുന്നു അല്ലെ. അതുപോലെ നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. ധാതു ലവണങ്ങളെ ബാലൻസ് ചെയ്യുന്നു. പിന്നെ കാൽസ്യത്തിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? അത് വിറ്റാമിൻ D ആണ്. അപ്പൊ അങ്ങനെയുള്ള വിറ്റാമിൻ ഡിയുടെ എന്താ പറയാ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സജീവമാക്കുന്നതിനും ഏത് സഹായിക്കുന്നുണ്ട്? കിഡ്നി സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടു എന്താണ് ഹീമോഡയാലിസിസ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് ഡയലൈസർ, നമ്മൾ പറഞ്ഞല്ലോ ബ്ലഡ് പുറത്തേക്ക് എടുത്തിട്ട് ഡയലൈസറിലൂടെ ആ ഫിൽറ്ററിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്നത് എന്താണ്? ഡയലൈസർ ആണ് കേട്ടോ. ആ ഒരു ഡയാലിസിസ് മെഷീനകത്തുള്ള ഫിൽറ്റർ, ആ ഫിൽറ്ററിനെ പറയുന്ന പേര് ഡയലൈസർ എന്നാണ് കേട്ടോ. ഡയലൈസർ എന്നാണ് നമ്മൾ പറയുക. പിന്നെ നമ്മൾ കണ്ടു എന്താണ് വാസ്കുലർ ആക്സസ് സൈറ്റ്. ഇറ്റ് ഇസ് ദ ഓപ്പണിംഗ് അല്ലെ, ഓപ്പണിംഗ് ഇൻ ടു ദ അല്ലെങ്കിൽ ഓപ്പണിംഗ് ഓഫ് ദ ബ്ലഡ് വെസൽസ് ആണ് കേട്ടോ. ബ്ലഡ് വെസൽസിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഓപ്പണിങ്ങിനെയാണ് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഉണ്ട്, 3 തരത്തിലുണ്ട്. ഒന്ന് AV ഫിസ്റ്റുല, 2 AV ഗ്രാഫ്റ്റ്, 3 എന്താണ് വീനസ് കത്തീറ്റർ കേട്ടോ. ഓക്കെ, ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അത്രേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് ഞാൻ കമ്മ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും സംശയം ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ എന്താണ് ഈ കീമോ എന്ന് പറയാറില്ലേ? കീമോ എന്നാണ് കേട്ടേക്കണത്. അത് തെറ്റായ വേർഡാണല്ലേ? ഹീമോ എന്നാണല്ലേ പറയാ? ഹീമോ ഡയാലിസിസ്. ഞാൻ കേട്ടാണ് കീമോ എന്നാണ് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരുന്നത്. കീമോതെറാപ്പിയാണ്, അത് ക്യാൻസറിന് കൊടുക്കുന്നതാണ് കീമോ. ഇത് ഹീമോ ആണ്. ഹീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് എന്നാണ് അർത്ഥം കേട്ടോ. ഹീമോ ഡയാലിസിസ് രണ്ടാണല്ലേ? പിന്നെ രണ്ടാണ്. ഹീമോ ഡയാലിസിസ് ബ്ലഡ് ഹീമാണ് കേട്ടോ, ആണ്. ഓക്കെ. പിന്നെ വേറെ മിസ് ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ള ഇതിലെ മൂന്നാമത്തെ ഒന്ന് പറഞ്ഞുതരുമോ? രണ്ടാമത്തെ
രണ്ടാമത്തെ പോയിന്റ് അല്ലേ. ദേ ആൾസോ ഹെൽപ്പ് ടു കൺട്രോൾ ദ ബ്ലഡ് പ്രഷർ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന കിഡ്നി. ഓക്കെ, അതുപോലെ തന്നെ കൺട്രോൾ ദ ലെവൽസ് ഓഫ് കെമിക്കൽ ഇലമെന്റ്സ് ഇൻ ദ ബ്ലഡ്. നമ്മുടെ ബ്ലഡിനകത്തുള്ള കെമിക്കൽ ഇലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധാതു ലവണങ്ങളാണ്. സോഡിയം പൊട്ടാസ്യം പോലെയുള്ളതൊക്കെ ഉണ്ട് നമ്മുടെ. അങ്ങനത്തെ ധാതു ലവണങ്ങളൊക്കെ നമ്മുടെ രക്തത്തിലുണ്ട്. അതൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? കിഡ്നി സഹായിക്കുന്നു. മനസ്സിലായോ? നമ്മുടെ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും നമ്മുടെ ശരീരത്തിലുള്ള ധാതു ലവണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം പൊട്ടാസ്യം. കേട്ടിട്ടില്ലേ? സോഡിയം കുറഞ്ഞു പോയി, പൊട്ടാസ്യം കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത്തരം ധാതു ലവണങ്ങളെയൊക്കെ നമ്മുടെ ശരീരത്തില് ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കും? കിഡ്നി സഹായിക്കും. മനസ്സിലായോ? മനസ്സിലായി മിസ്സേ. അപ്പൊ ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ് അല്ലാതെ when the kidneys are unable to perform, നമ്മൾ ഈ മൂന്നെണ്ണം പറഞ്ഞില്ല, അതൊക്കെ കിഡ്നിയുടെ ഫങ്ഷൻസുകളാണ്. അപ്പൊ ഇത്തരം ഫങ്ഷൻസുകൾ ചെയ്യാനായിട്ട് കിഡ്നി ഫെയിലിയർ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തേ പിന്നെ മാർഗമുള്ളൂ? ഡയാലിസിസ് കൊണ്ട് മാത്രമേ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് പോയിന്റ് അല്ല, ഒരു ജനറൽ കാര്യമാണ് പറയുന്നത്. when the kidneys are unable to perform the functions due to disease or injury, അല്ലെ, കിഡ്നിക്ക് ഇപ്പൊ എന്തെങ്കിലും ഇഞ്ചുറി വന്നിട്ടോ രോഗം വന്നിട്ടോ കിഡ്നി ഫെയിലിയർ ആവുകയാണെങ്കിൽ it is the dialysis that can help the body run as normally as possible. പിന്നീട് നമുക്ക് ഡയാലിസിസ് കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ധാതു ലവണങ്ങളും മറ്റുള്ള വേസ്റ്റുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടും. അങ്ങനെ അടിഞ്ഞുകൂടുമ്പോൾ നമ്മുടെ ബോഡി സ്വാഭാവികമായിട്ട് പോയിസൺ ആവും, മറ്റുള്ള അവയവങ്ങളെ ബാധിച്ച് നമ്മുടെ ശരീരം തകരാറിലാവും. അങ്ങനെയുള്ള ഒരു കാര്യം, ജനറൽ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, പോയിന്റ് അല്ലാതെ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ശരി എന്നാ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Thank you.